അപ്പോൾ ഗസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പണി മൂവി ട്രെയിലർ റിവ്യൂ പറയാനാണ് വെച്ചത്. അപ്പോൾ ഗസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വാഴ 2 കണ്ടത് പോലെ തന്നെ നമ്മൾ ഇത് പണി മൂവി കണ്ടായിരുന്നു. അല്ല മൂവിയല്ല, ട്രെയിലർ കണ്ടായിരുന്നു. കുറച്ച് ട്രെയിലേഴ്സ് കണ്ടായിരുന്നു. നല്ലൊരു മൂവിയാണ്. നല്ല ഹൊറർ മൂവിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പേരെപ്പെടുത്തുന്ന ഒരു തരം ഫിലിമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പണി എന്ന മൂവി കണ്ടിട്ട് അതിൽ ജോർജും പിന്നെ വേറെ കുറേ ആക്ടേഴ്സൊക്കെ അഭിനയിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് പോയി കണ്ടു നോക്കണം. പണി എന്ന് പറയുന്ന ജോർജിൻ്റെ ആ സിനിമ കണ്ടു നോക്കുക. അപ്പം അറിയാം അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന്. ഞാൻ ട്രെയിലർ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. നിങ്ങളെല്ലാവരും പോയി കാണുക. ജസ്റ്റ് ലൈക്കും ഷെയർ സബ്സ്ക്രൈബൊക്കെ ചെയ്തൊക്കെ വയ്ക്കുക. ജസ്റ്റ് ഒന്ന് ലൈക്ക് കൂടുതൽ കൊടുക്കുക. നിങ്ങൾ ലൈക്ക് കൂടുതൽ കൊടുക്കുക. പറ്റുമെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് വയ്ക്കുക. അപ്പം ഈ വീഡിയോ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. പണി മൂവി ഇതിനെ കാണുമോ എന്നറിയത്തില്ല. കണ്ടിട്ട് അതിൻ്റെ റിവ്യൂ നാളെയോ എന്നൊക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും. സമയം കിട്ടുമ്പോൾ ഞാൻ അതിൻ്റെ റിവ്യൂ ചെയ്യുന്നതായിരിക്കും. പണി മൂവിയുടെ റിവ്യൂ ഞാൻ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഓരോ ഇതിൻ്റെ ട്രെയിലർ ഞാൻ കണ്ടിട്ട് ചെയ്യുന്നതായിരിക്കും ഈ വീഡിയോയിൽ. വേറെ ഏതെങ്കിലും കാണാനുള്ളത് റിവ്യൂ എൻ്റെ അഭിപ്രായം എന്തിനാണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഓരോ മൂവിയുടെ പേര് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. അതിൻ്റെ റിവ്യൂ ഞാൻ പറയാം. അപ്പം പണി മൂവി അതുപോലെ ഒരു ഹെററായിട്ടുള്ള ഒരു പേരിപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു മൂവിയാണ്. കുറേ കൊലപാതകം അങ്ങനെ എന്തൊക്കെ സംഗതികളൊക്കെ ഉണ്ട്. ലാസ്റ്റ് ക്ലൈമാക്സ് സീന് പറയുന്നത് അവർ രണ്ടുപേരെയും മറ്റേ ജോർജിൻ്റെ ഭാര്യയെ റേപ്പ് ചെയ്തില്ല, കൊല്ലാൻ ശ്രമിച്ചു, റേപ്പ് ചെയ്ത്. അതുകൊണ്ട് ലാസ്റ്റ് അവരെ രണ്ടുപേരെയും തൂക്കിയിട്ട് ക്യാമറ വെച്ച് അവളെ റേപ്പ് ചെയ്ത് തന്നെ ഷൂട്ട് ചെയ്ത് അവനെയും തൂക്കി. ലാസ്റ്റ് എന്തൊരു ചോര വെച്ച് എന്തൊക്കെ ചെയ്തുള്ളൊരു സീനുണ്ട്. കണ്ണൊക്കെ ഇതൊക്കെ ഒരു സീനുണ്ട്. നിങ്ങൾ പോയി കണ്ടു നോക്കുക. അപ്പം അറിയാം. ക്ലൈമാക്സ് നിങ്ങൾ കണ്ടു നോക്കുക. അപ്പം ഇതല്ലേ ഒരു മിനിറ്റ്. ഒരു ചെറിയ വീഡിയോ ഇവിടെ വെച്ച് വലിയ വീഡിയോ. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചെറിയൊരു വീഡിയോ അടുത്ത വീഡിയോ മറ്റേ വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നത് ടിങ്കൂസ് കുട്ടിച്ചൻ എന്ന ചാനലിലാണ്. ടിങ്കൂസ് കുട്ടിച്ചൻ എന്ന ചാനലിലുള്ള വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നത്. ആ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. ഈ അടുത്ത പുതിയ വീഡിയോയിലേക്കും ബൈ.